ഇപ്പൊ വൈകിട്ടായി ചായ കുടിക്കലാന്ന് വീട്ടിൽ നിന്ന് കുറച്ച് അവിലും മിച്ചറും നമ്മൾ കൊണ്ടുവന്നിന്. അമ്മയും മോളും കള്ളിയായിട്ട് കുറച്ച് എടുത്തിന്. നല്ല അവിലാന്ന് നമുക്കൊരു കട്ടൻ ചായക്കല ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തിന്നാലോ കുറിക്കാലോ മറ്റു കൊണ്ടുവന്നിന്. അതിപ്പോ പീടികയിലൂടെ ഹോട്ടലിൽ കടിയും ചായയെല്ലാം ഉണ്ട്. നമ്മളെ അത് വേണ്ട ഇത് ദിവസം തിന്നാന്ന് വെച്ചിട്ട് വളഞ്ഞു കൂടിയിട്ട് കുറേ നാട്ടിലെ സാധനം തിന്നാൻ അനൂട്ടി ചേച്ചിയും കൂടി ഫോണിലുണ്ട്. മഴയാ അനൂട്ടിന് ആരല്ലോ ചോദിച്ചിന് ഇങ്ങോട്ട് വരായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. കൊണ്ടല്ലേ ഹായ് ഹായ്. അപ്പൊ നമ്മള് പുറത്തേക്ക് പോകാൻ ഒരുക്കിയിട്ടുള്ളത്. നാളെയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വരുന്നതിന് മുമ്പ് ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് മുട്ടായിയും ഗൾഫിൽ നിന്നുള്ള ആൾ വരുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടായിയും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് പോക്ക് വന്ന്. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? വീഡിയോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ. അപ്പോൾ വന്നാൽ എല്ലാ ദിവസത്തെ പോലെ ഇന്ന് ഇറങ്ങിയ പാട് ബിൽഡിങ്ങും കാര്യങ്ങളിലാണ്. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടി മാറി രഫീഖിനെ കയറി. രഫീഖ് എങ്ങോട്ടേക്കാ? ഇനി നമുക്ക് കുറച്ച് നാട്ടിലേക്കുള്ള ചോക്ലേറ്റ്, ബദാം, പിസ്ത, പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ചോക്ലേറ്റ് അങ്ങ് വേണ്ടേ. അപ്പം അങ്ങനെ ഒരു പർച്ചേസിങ്ങിന് ഒരു ഷോപ്പിലേക്ക് കയറുന്നു, അത്രേ ഉള്ളൂ. അതെവിടെയാണ് എന്താന്ന് ചോദിക്കണ്ട, നിങ്ങളെ ഫേവറേറ്റ് സ്ഥലത്ത് തന്നെ ആയിരിക്കും പോവുക. ഫിലിപ്പീൻസിലവരാണ്. നമ്മള് ഷോപ്പിലേക്ക് കയറിയ പാടാട്ടോ അവർ വന്ന് വണ്ടി. ഓരോ രാജ്യത്തിനുള്ളവരെ കാണുന്നട്ടാ. തുളസി നമ്മളെ തുളസി കേട്ടാ അങ്ങോട്ട് പോയി. ആ ഓക്കെ ഓക്കെ അങ്ങോട്ടേക്ക് വാ. റാസിക്ക നമ്മളിപ്പോ വന്നേരം മൂലം ഉണ്ട് കേട്ടാ. അപ്പൊ റാസിക്കന കിട്ടലില്ല, ഇങ്ങനെ ഭർത്താൻ വരാൻ കിട്ടില്ല. ഓട്ടാണ് നമ്മുടെ ഭാഗ്യമാണ് നിങ്ങളുടെ കൂടെ എങ്ങനെ നടക്കാൻ പറ്റിയത്. നമ്മള് അങ്ങനെയാ കരുതുന്നേ. അങ്ങ് താരേക്കുന്ന ഇത് കേട്ടാ കാരക്ക അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മേടിക്കാൻ വേണ്ടി വന്നതാണ്. കാരക്കല്ല, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് മേടിക്കാൻ വേണ്ടി അപ്പൊ ഈട വന്നിട്ടുള്ളത്. ഇത്തിങ്ങനെ വന്നോടനെ ഒരു ബാഗ് മേടിച്ചേട്ടാ. പച്ചക്കറി ഈ സൈഡിലെല്ലാം പച്ചക്കറി. മോനെ എന്തെങ്കിലും മാർക്കറ്റ് നാട്ടിൽ നിന്ന് 2 ദിവസം വരുന്നതെന്ന് വെച്ചാൽ ചക്ക എടുത്ത് അങ്ങനെ കഴിക്കുന്നേട്ടാ. ഇന്നരിക്കണം ഇവരെടുത്തിടുന്നേട്ടാ. അഫീക്ക് ഇവരും കൂടി ഇതെല്ലാം അറിഞ്ഞൊന്നും ഭാര്യ എടുത്തിരുന്നുണ്ട്. എന്തായാലേ എനിക്ക് വേണ അടിപൊളി സാധനമാണ്. നമ്മൾ ഇത് കേട്ടാ നാട്ടിൽ കിട്ടുന്നത് ഇത് ഓടുവെന്നേട്ടാ. നമ്മളെ നാട്ടിലെ പുളിയില്ലേ, കുടംപുളിയില്ലേ, ആ പുളി തിന്നുന്ന ടേസ്റ്റാണ്. പക്ഷെ നമ്മളെ ദഹനത്തിന് ബെസ്റ്റ് സാധനമാണ്. കഴിക്കുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ ബന്ധു വീട്ടിൽ നമ്മൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാം എടുത്ത് വെക്കുന്നില്ലേ, അതേ അവസ്ഥയിലുള്ള നമ്മള് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും കൂടെ കേട്ടോ. നമ്മളോടൊന്നുമില്ല, വീടിലെ എല്ലാ ഷോപ്പിലെ എല്ലാവരുടെ അടുത്തും ഭയങ്കര മനുഷ്യനാട്ടോ. പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ്. അന്ന് ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട പറഞ്ഞു വിടുന്നില്ല. എന്താ വിളിക്കുന്ന എടാ അനസ എന്നാ നിന്റെ ഉദ്ദേശം? എല്ലാം നല്ല ഉദ്ദേശം. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലുള്ളത് എന്തെല്ലോ ആയിട്ട് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, എടുത്ത് തരുന്നുണ്ട്. നമ്മൾ വന്നേരം മുതൽ നമ്മൾ ഒരു ട്രാവലിൻ്റെ ഇങ്ങനെ വന്നവരേ അല്ല, ഒരു നമ്മളൊരു കുറേ നാളായിട്ട് കാണാത്ത നമ്മളൊരു വീട്ടുകാരെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു സ്നേഹമില്ലേ എൻ്റെ മോനെ. അത് ഫുഡ് കഴിക്കുമ്പോൾ ആയാലും എല്ലാവരും അവർ എന്താ പറയുക, ഇപ്പം നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം എടുത്ത് വെക്കുമെന്ന് എന്താ വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആ എന്നാ വരുന്നുണ്ട്. ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഭയങ്കര ഒരു ഫീല്, വല്ലാത്തൊരു ഫീല്. ഉള്ളിയല്ലേ ഇത് മുറിച്ചിട്ടെ? ഉള്ളി മുറിച്ചിട്ട്, വെളുത്തുള്ളി, പച്ചക്കറി കഴുകിട്ട് വൃത്തിയാക്കി വെച്ചത്, ഉള്ളി മുറിച്ചിട്ട് കഴുകിട്ട് വെച്ചത്, കേബേജ് മുറിച്ചിട്ട് വെച്ചത്, അങ്ങനെ
പണി ഒരുപാട് എടുത്തില്ലേ, പണിയില്ലാണ്ടാക്കില്ലേ. ഉള്ളി പിന്നെ നേരെ മുറിച്ചത് വേണോ അല്ല സ്ലൈസ് ആക്കിയിട്ട് മുറിച്ച് വെച്ച് വേണോ? കഷ്ണം കഷ്ണാക്കിട്ട് ഇതെന്താന്ന് വെച്ചാ ആ നിക്കാം. ഇതെന്ത് അമ്മയോട് ചോദിച്ചേ? അമ്മ ഇതെന്നാമേ, അമ്മ ഇതെന്നാ? കുമിലല്ലേ? ഓ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കുമിലാണ്. ഇതിന് ഇത് നമുക്ക് എടുക്കണ്ട. വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം എല്ലാവർക്കും അറിയാം കേട്ടോ, നമുക്കറിയാത്തോണ്ട് കാണിക്കുന്നതാണ്. കേബേജ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. എല്ലാം തേങ്ങ വേണ്ട? തേങ്ങ കവി നോക്കി തേങ്ങ ചിരണ്ടി വെച്ചത് അതേടാ. ആ ഇതാ ഇത് തേങ്ങ കൊത്ത് കൊത്തായിട്ട് വെച്ചത്. തേങ്ങ അടിച്ചത് പറയണ്ട്, തേങ്ങ അടിച്ചു വെച്ചത് പറയണ്ട്. അതും പറയണ്ട് പാലും കാര്യങ്ങളെല്ലാം. പാൽപ്പൊടി, പാൽപ്പൊടി, ചായപ്പൊടി. അതെ അതെ, ഇനി മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്യണം. ഇവനെ ഇതാ ഇവനപ്പുറാണ്. അടിപൊളി സാധനം ഇത്. ഞാൻ എല്ലാവർക്കും ഞാൻ വെയിറ്റ് ആണ് കട പാർക്കും കാണാം. മോനു ഓക്കെ ഓക്കെ. വെയിറ്റ് പാർക്കാണ് അമ്മേ. അക്ഷയ്ക്ക് നിരീക്ഷണം കൊടുക്കാൻ വേണ്ടി സ്പ്രേ വേറെ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സിഫിർ ബൈ എന്നിട്ടാ സെൽറ്റേന് ഇതെല്ലാം അടിപൊളിയല്ലേ? അടിപൊളി സാധനം. ഇത് പ്രവാസികളെ മെയിൻ സംഭവം എന്ന് പറഞ്ഞല്ലേ. പാൽപ്പൊടി. അപ്പോൾ അങ്ങനെ കുറേ നേരം വന്നിട്ട് കുറേ സാധനങ്ങളെടുത്ത് അവരെ വണ്ടിയിലിട്ട് അവരെ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഇടിയിലെ ഒരു നാഷണൽ പാർക്ക് എന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ വൈകിട്ട് നാളെ വരെ പാർക്കിൽ വരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറലാന്ന്. ദുൽഖറാണ് കേട്ടോ നമ്മൾ വണ്ടി എടുക്കുന്നത്. സഫീർ ഭായി വീട് കണ്ട ഇങ്ങനെ മേലെ ടോപ്പ് അങ്ങനെയില്ല, എന്താ നേരെ വീടെല്ലാം 6-7 മുറികളുണ്ടാവും ഒരു വീട്ടിൽ തന്നെ. നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നൂല. എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ടാവും. പിന്നെ പുറത്തൊരു അവരുടെ പണിക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഡ്രൈവർമാരത്. പിന്നെ വണ്ടിക്കായിട്ട് വീട് പോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടാവും. മിനിമം ഒരു വീട്ടിൽ തന്നെ 3-4 കാറുകൾ ഉണ്ടാവും. ഈ ഭാഗങ്ങളിൽ കൂടുതൽ അറബികൾ ഇവിടെ ഇമാറാത്തികൾ താമസിക്കുന്ന ഏരിയയാണിത്. നിങ്ങൾ കാണാം എല്ലാ സൈഡിലും ഫുള്ള് വീടുകൾ മാത്രം, വേറെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. വീട് ഇടവിട്ട് വീട്, ഇത് വീട് മാത്രമുള്ള ഏരിയ അല്ലേ? അതെ അതെ അതെ, ഓരോ വീട് ഇടവിട്ട്. ഷാർജ എയർപോർട്ട് കേട്ടോ. അതെ അതെ, നാളെ ഇവിടുന്ന് നമ്മൾ ഇവിടത്തേക്ക് തിരിച്ചു വരണം. നമ്മളങ്ങനെ ഷാർജയിലെ മരുഭൂമി ഭാഗത്തേക്ക് ഇങ്ങനെ പോക്കാണ്. ഇത് റോഡിലാണുള്ളത് ഷാർജ. ഇത് കാണുന്നത് നമ്മുടെ ഷാർജന്റെ ഒരു ബിയാന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ, വേസ്റ്റ് പിന്നെ മൊത്തം സിറ്റിനെ അടിപൊളിയാക്കി വെക്കുന്നതിന്റെ ഹെഡ് ഓഫീസാണ് ബിയാന്ന് പറഞ്ഞിട്ടുള്ളത്. കാണാൻ തന്നെ ഒരു വെറൈറ്റി ഒന്നും കാണുന്നില്ല, പൊന്തിയിട്ടില്ല. നീരാളിയൊക്കെ പോലെയുള്ള മരുഭൂമിയാണ്. ഇനി അത് കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയൊരു ടൗൺ വരുന്നത് ദെയ്താണ്. അൽദെയ്ദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗൺ. ഇവിടുന്ന് ഒരു 20-22 കിലോമീറ്റർ. നാട്ടിലുള്ളത് പോലത്തെ റെയിലാണിത്, ഇത്തിഹാദ് റെയിൽ എന്ന് പറയും. ഇതിപ്പം അബുദാബിയിൽ ചരക്ക് നീക്കം ഓൾറെഡി തുടങ്ങി, അബുദാബിൻ്റെ ഒരു സൈഡിൽ. ഇനിയിപ്പോൾ 2 വർഷത്തിനുള്ളിൽ UAE കംപ്ലീറ്റ് ഉടനീളം ട്രെയിൻ ഗതാഗതം ഉണ്ടാവും, നമ്മളെ നോർമൽ നാട്ടിലുള്ള പോലത്തെ ട്രെയിൻ. അപ്പം അത് ഇത്തിഹാദ് റെയിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് മരുഭൂമി മാത്രം, മരുഭൂമിന്റെ സൺസെറ്റ്. യാത്രകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിവ് നേടാനുള്ള ഒരു ഇതാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, യാത്രകൾ കൊണ്ട് നമുക്ക് നേരിട്ടറിയുന്ന കുറച്ച് കാര്യങ്ങൾ, ആ നാട്ടിലെ കൾച്ചർ, അവിടുത്തെ വെതർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ വസ്ത്രരീതി, ഇത് മിനിമം ഒരു നോളജ് കിട്ടും. പിന്നീട് ബാക്കി കിട്ടുന്ന യാത്രകളെ കൂടി നമുക്ക് നേരിടാൻ പറ്റിയ കുറേ അറിവുകൾ, നമ്മൾ ഇതിനെ സാഹചര്യങ്ങൾ നേരിടുന്നത്, പിന്നെ അവിടെ കറൻസി വാല്യൂ, അല്ലെങ്കിൽ ഈ പറയുന്ന വെജിറ്റബിൾസ്, ഫുഡ്, ഭക്ഷണ രീതികൾ, ഓരോരോ രാജ്യത്തും ഓരോരോ ഭക്ഷണ രീതിയാണ്. അതെല്ലായിടത്തും എന്തെങ്കിലും രീതിയിലൊരു യുണീക്ക്നെസ് ഉണ്ടാവും. അത് നമ്മളെ മനസ്സിലാക്കിയെടുത്തോളം ഞാനിപ്പോൾ പല രാജ്യങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഓരോരോ രാജ്യത്തും അതിൻ്റെ യുണീക്ക്നെസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ പലരും യാത്രയിൽ പുസ്തകം വായിച്ച നല്ല അറിവുണ്ട്. നമ്മുടെ ജോർജ് കുളങ്ങരൻ്റെ എല്ലാ അറിവ് കാണുന്നില്ലേ, അദ്ദേഹം യാത്രകൾ ചെയ്ത് പല ആൾക്കാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹം നേടിയെടുത്ത അറിവ് വലിയൊരു അറിവാണ്. അപ്പം യാത്രകൾ എപ്പോഴും നല്ല അറിവുകൾ നൽകുന്ന ഒരു സംഭവമാണ്. അതേപോലെ മനസ്സ് സ്ട്രെസ്സ് കുറയും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് യാത്രകളെ കൊണ്ട് കിട്ടുന്നൊരു ബെനിഫിറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഷാർജ നാഷണൽ പാർക്കിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹായ് 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 ഹലോ ഹായ് ഹലോ ഹായ് ഹായ് ഹായ്.
ഹായ് 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 ഹായ്. അപ്പോൾ നമ്മളിവിടെ വരുന്ന പറഞ്ഞപ്പോൾ കുറച്ച് പേര് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരെയും കണ്ട് നമ്മൾ ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ആ നല്ല രീതിയിൽ ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മളെ കാണാൻ വന്നതിന് ഭയങ്കര സന്തോഷം. എല്ലാവരും താങ്ക് യു. ഹായ്. വേള അമ്പലത്തിൽ വെച്ച് വന്നപ്പോ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് കാണാൻ സാധിച്ചില്ല. അത് ഇവിടെ വെച്ച് അതന്നെ ദുബായിൽ വെച്ച് കാണാൻ പറ്റും. ദുബായിൽ വെച്ച് കാണാം. ഓക്കെ, സന്തോഷം. നോക്കുന്നതാണോ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂട്ടാനുണ്ട്. ആയിക്കോട്ടെ, ശരി. അമ്മമ്മേന്റെ കൂടെ ഫോട്ടോ ഉണ്ട്. ഒരു ഫോട്ടോ. ഞാൻ ഡ്രൈവറും ഡിജിറ്റൽ ക്ലീനറും രണ്ടാളും ദുബായിൽ വെച്ച് കണ്ടുപിടിയേട്ടാ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മള് ബേക്കിൽ മുന്നിൽ നിന്ന ആള് ഒരുമിച്ചിട്ട് ദുബായിൽ വെച്ച് കണ്ടുപിട്ട് വന്നു. അപ്പോൾ നമ്മളങ്ങനെ ഷാർജയിലെ നാഷണൽ പാർക്ക് അവിടെ പോയി, ഉള്ളിൽ പോയി. നമ്മളെ കുടുംബത്തിലെ കുറേ പേരുണ്ടായിരുന്നു, അവരെല്ലാം കണ്ടു. കുറേ പേര് നമ്മളെ പല സ്ഥലത്തായിട്ട് വന്ന് കണ്ടു. നമ്മളെ ആ റൂമിൻ്റെ അടുത്തും എൻ്റെ തലയിലൊക്കെ ഇന്നെല്ലാം വന്നവർ കാത്തു നിന്നു. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഒരു വക നമ്മൾ കുറേ പേര് കണ്ടു അല്ലേ മേ? വർത്താനം പറഞ്ഞ് നല്ല നമ്മളെ വീട്ടിലെ പോലെ നാട്ടിലെ പോലെ. അതെ, ഭയങ്കര സന്തോഷം. നമ്മളെ നാട്ടിൽ നമ്മൾ പോയ പോലെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇടാം. എവിടെ പോയാലും എന്ന് പറഞ്ഞാൽ നമ്മളെ അല്ലേ ഇക്കൊക്കെ എന്ന് പറയാനല്ലേ അതെ അതെ എല്ലാവരും തിരിച്ചറിയുന്ന നല്ലൊരു തരുന്ന ഒരു സ്നേഹം വളരെ വലുതാണ്. അത് ഭയങ്കര ചിരിയോടുകൂടി വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇത്ര ദൂരം നല്ല ഇടം വന്നിപ്പോൾ കാണാൻ വന്നായിരിക്കും നന്ദി. പ്രവാസികളായ സുഹൃത്തുക്കൾ നാട്ടിലേക്ക് വരുമ്പോൾ അവരെടുക്കും ആ തലേന്ന് ഡ്രസ്സ് ഇങ്ങനത്തെ ഈ നാട്ടിലേക്കുള്ള പർച്ചേസിന് മുമ്പുള്ള അവസ്ഥ അല്ലേക്കാ ശരിക്കൊരു നമുക്ക് ആ ഫീല് വന്നിട്ട് ആ ഒരു ഗൾഫിൽ ഒരാൾ വരുമ്പോൾ അയാളെ ബുദ്ധിമുട്ട് അവിടെ അത്രമാത്രം അയാൾ കാത്തു നിന്നിട്ട് ഓരോ സാധനത്തിനും അതിൻ്റെ ഒരവസ്ഥ അല്ലേ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു. പോയിട്ട് വരുമ്പോൾ ആ ഓരോരോ സാധനങ്ങളും ഈ സ്ഥലത്തു നിന്നാണല്ലോ നമ്മുടെ നാട്ടിലേക്കെല്ലാം നമുക്കൊരു സാധനം ഒരു മുട്ടായി ആയാലും എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമുക്കെല്ലാം നമ്മുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യമാണ്. ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും നമ്മൾ കൂടെയുള്ളവരും വിചാരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്നതാണല്ലോ, അപ്പോൾ മുട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വിചാരിക്കും. ആദ്യമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പിറന്നാളായാലും ഏതായാലും നമുക്ക് അതിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ്. ആദ്യമായിട്ട് നമ്മൾ ദുബായി നമ്മളിങ്ങനെ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾക്കുള്ള എന്താ പറയുക ഒരു സന്തോഷം എല്ലാവർക്കും. അങ്ങനെ കൊണ്ട് നമ്മൾ ചെറിയൊരു പർച്ചേസ് നടത്തി. എല്ലാം നമ്മളെ അഫീഖാൻ്റെ എല്ലാവരും കൂടി തന്നെയാണ് ചെയ്തത്. എല്ലാ പരിപാടിയും കൂടെ നിന്ന് എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട്. ഇക്ക അനിയനെ നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ അമ്മേനെയും അനിയനെല്ലാം നാട്ടിലേക്ക് അയക്കുന്ന ഒരു ഫീലായിരുന്നു കൂടെ വന്നിട്ട്. അല്ലെങ്കിലും പ്രവാസികളായിട്ടുള്ളവർ അധികം വരും. ഒരു വല്ലാത്തൊരു മനസ്സ് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ കണ്ടെടുത്തോളം കാണല്. നമ്മൾ നാട്ടിലെടുക്കുന്നതിനെക്കാട്ടിയും പെയിനും അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചിട്ടാണ് അവരോട് നിൽക്കുന്നുണ്ടാവുക. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതിനെല്ലാം കാരണക്കാർ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളാണ്. ഓരോരുത്തരോടും നമ്മൾ തട്ടി നന്ദി കുഴപ്പമില്ല അറിയിക്കുന്നത്. അപ്പോൾ എന്നാൾ കാണാം.